പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിയിൽ മന്ത്രിതല യോഗം ഇന്ന്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ മാറ്റൽ ജോലികൾ നഗരവാസികളെ വലച്ച സാഹചര്യത്തിലാണ് അടിയന്തര യോഗം. അറ്റകുറ്റപ്പണികൾ അനന്തമായി നീണ്ടുപോകുന്നത് വലിയ വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ. വാട്ടർ അതോറിറ്റിയും സ്മാർട്ട് സിറ്റി അധികൃതരും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പദ്ധതികൾ താളം തെറ്റാൻ പ്രധാന കാരണമെന്നും ആക്ഷേപമുണ്ട്. ആഷിൻ ഡിയേഗോയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, ജനങ്ങൾക്കറിയേണ്ടത് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകുമോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മന്ത്രിതല യോഗത്തിൽ എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക? ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, വേനൽ ചൂടിനൊപ്പം കേരളം ചുട്ടുപൊള്ളുകയാണ്. ഇതിനിടയിലാണ് തലസ്ഥാന നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളമില്ല, അല്ലെങ്കിൽ ജലവിതരണത്തിൽ ഒരു രൂക്ഷമായ പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി തന്നെ ഈ തലസ്ഥാനത്ത് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇത് അനന്തമായി നീളുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും തലസ്ഥാനത്ത് വെള്ളമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഈ വേനൽ സമയത്ത് വെള്ളമില്ലാത്തത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ബുദ്ധിമുട്ടിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, കോർപ്പറേഷനിലേക്കടക്കം കോർപ്പറേഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റിയുടെ ഓഫീസിലേക്കടക്കം വലിയ തരത്തിൽ ഈ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇതൊരു അടിയന്തര പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി മന്ത്രിതല യോഗം വിളിച്ചിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി അധികൃതരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പദ്ധതികൾ മുടങ്ങുന്നതിന് കാരണം ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയും സ്മാർട്ട് സിറ്റി അധികൃതരും തമ്മിലുള്ള ഒരു ഏകോപനത്തിന്റെ കുറവ് മൂലമാണ് ഇത്തരത്തിൽ പദ്ധതികൾ മുടങ്ങുന്നതും തുടങ്ങിയ പദ്ധതികൾ ഇത്തരത്തിൽ അനന്തമായി നീളുന്നത് ഈ ഒരു ഏകോപന കുറവ് കാരണമാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഈ പദ്ധതികൾ ഇങ്ങനെ അനന്തമായി നീളുന്നതോടുകൂടി ജലവിതരണം മുടങ്ങിയതോടുകൂടി തന്നെ ആളുകളിലുണ്ടായ ആ ഒരു ജനരോഷം അത് തണുപ്പിക്കുന്നതിന് വേണ്ടിയും അടിയന്തര പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ പണികൾ പൂർത്തിയാക്കി ജലവിതരണം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അടക്കം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ വ്യക്തമാണ്. ആഷിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.